അപ്പോൾ ഡയഗ്രം തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഡയഗ്രം നോക്കിയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻ തന്നേക്കണമെന്ന് വെച്ചാൽ എത്രയാണ് സബ്ജക്റ്റിന് 150 കിലോ ന്യൂട്ടൺ, ഇത് 150 കിലോ ന്യൂട്ടൺ, 150 into 10 ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദ മിഡിൽ, അതായത് സിഗ്മ 2 എന്നാണ് P2/A2 വലിയ ഫോർമുല. അപ്പോൾ മിഡിൽ പോർഷൻ ടോട്ടൽ എലോങ്ങേഷൻ 0.25 മില്ലിമീറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡയമീറ്ററിന്റെ സെന്ററിലുള്ള ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ സെന്ററിലുള്ള എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമുല ഡെൽറ്റ എൽ എന്നാണ് P/E ഇൻറ്റു L1/A1 പ്ലസ് L2/A2 പ്ലസ് L3/A3. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഫോർമുല. ഇതിൽ ഡെൽറ്റ എൽ അവർ തന്നിട്ടുണ്ട് എത്രയാണ് 0.25 മില്ലിമീറ്റർ. ഈസികളുടെ പിയുടെ വാല്യൂ എത്രയാണ് 150 into 10 ക്യൂബ്. A1 P/E എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് 200 ജിഗാ പാസ്കൽ, 200 into മെഗാ വന്ന അതേപോലെ ഇത് ജിഗാ വന്ന 10 ക്യൂബ് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ ചെയ്ത പോലെ. എന്നിട്ട് L1/A1 എന്ന് പറഞ്ഞാൽ 5/4 into 100 സ്ക്വയർ. ഓക്കെ, പ്ലസ് L2 divided by 5/4 into D2 സ്ക്വയർ. ഓക്കെ, പ്ലസ് L3 divided by 5/4 into 100 സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ചെയ്താണെങ്കിൽ ഈ സാധനവും ഒന്നല്ലേ. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് 450 ആണ്. ഈ L1 പ്ലസ് L3 450 L1 പ്ലസ് L3 കുറച്ചാൽ നമുക്ക് L2 കിട്ടൂലേ. അത് L എന്ന് പറഞ്ഞാൽ എന്താണ്? L1 പ്ലസ് L2. അപ്പൊ ഈ L2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 450 L1 പ്ലസ് L2 അല്ലേ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ 0.25 is equal to 150 into 10 ക്യൂബ് ഡിവൈഡ് into 10 ക്യൂബ് ഇൻറ്റു ഈ L1ഉം ഈ L3യും കൂടെ ചേർത്തിട്ട് 450 മൈനസ് L2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ രണ്ടും ഡിനോമിനേറ്ററിൽ 100 തന്നെയാണ്. അപ്പൊ 5/4 into 100 സ്ക്വയർ എന്ന് കിട്ടും. പ്ലസ് L2 ഡിവൈഡ് ബൈ 5/4 into D2 സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇതിൽ അൺനോണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് D2 ഡയമീറ്റർ നമുക്ക് ആൾറെഡി കിട്ടിയായിരുന്നല്ലേ. ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് സിഗ്മ 2 ഈസിക്വൽ എന്നാണ് P2/A2 ആണ്. അപ്പൊ P2 ഒരു സിഗ്മ 2 തന്നിട്ട് 160 ഈസിക്വൽ ടു D2 എത്രയാണ് 150 into 10 ക്യൂബ് ഡിവൈഡ് ബൈ 5/4 into D2. ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് D2 കിട്ടും. ആ D2 എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് അൺനോൺ ഏതാണ്? L2. അങ്ങനെ L2 ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതിയിട്ടുണ്ട് ഈ ഇക്വേഷനിൽ. നോക്കുമ്പോൾ നമുക്ക് ആൻസർ മനസ്സിലാവും.